ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്. ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. മുൻ MLA അനിൽ അക്കര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി. തൃശൂർ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിലാണ് അനിൽ അക്കര മത്സരിക്കുക. 2000 മുതൽ 2010 വരെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. 2000 മുതൽ 2003 വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പിന്നീട് പ്രസിഡന്റുമായി പ്രവർത്തിച്ചയാളാണ് ജെയ്സൺ ചാമുളപ്പിൽ. നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാമുളപ്പിൽ. അനിൽ അക്കര മുൻ തട്ടകത്തിലേക്ക് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രവർത്തന മേഖലയിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? സുജിയ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരമാണ് നാം പുറത്തുവിട്ടിരിക്കുന്നത്. മുൻ MLA വടക്കാഞ്ചേരി മുൻ MLA അനിലക്കര അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 15ാം വാർഡിന്റെ കോർ കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തീർന്നു. അവിടെ വെച്ച് അനിലക്കരയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ശുപാർശ ജില്ലാ കമ്മിറ്റി കൈമാറിയിരിക്കുന്നു. ഇനി അത് നടപടിക്രമങ്ങൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. അനിലക്കര കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് പരാജയപ്പെട്ട ശേഷം രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനമായി ഒതുങ്ങിക്കൊടുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് നേരത്തെ തിരുവനന്തപുരത്ത് ശബരിനാഥ് വന്നതുപോലൊരു നീക്കം കോൺഗ്രസ് നടത്തും. തൃശ്ശൂരിൽ കോൺഗ്രസിന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ശക്തമായ മത്സരം എല്ലാ മേഖലകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന മത്സരങ്ങളിൽ നടത്തണം. അതിനുവേണ്ടി ഒരു തുറുപ്പ് ചീട്ട് എന്ന നിലയിലാണ് ഇപ്പോൾ അനിലക്കരയെ ഇറക്കിയിരിക്കുന്നത്. അനിലക്കരയെ ഗ്രാഫ് പരിശോധിച്ചാൽ 2000 മുതൽ 2010 വരെയാണ് അടാട്ട് ഗ്രാമപഞ്ചായത്തിന്റെ അംഗമായിരുന്നത്. അതിൽ 2000 മുതൽ 2023 വരെ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് 2005 വരെ പ്രസിഡന്റ് ആകുന്നു. വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു. 2005 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ആകുന്നു. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നിരവധി നേടിയിട്ടുള്ള പഞ്ചായത്തിന് നേടിക്കൊടുത്തത് അനിലക്കരയുടെ കാലത്തായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷമാണ് അദ്ദേഹം 2010 ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ പേരാമംഗലത്തെ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകുന്നു. പിന്നീട് അവസാനം ഒരു മാസം ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്നു. പിന്നീടാണ് 2016 വടക്കാഞ്ചേരി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ആ മത്സരത്തിൽ 45 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അനിലക്കര വിജയിക്കുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 15,000 അടുത്ത ഒരു ഭൂരിപക്ഷത്തിന് തോൽക്കുകയായിരുന്നു ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2007 വാർഡിൽ നിന്നാണ് മത്സരിച്ചത്. 400 വോട്ടിന്റെ ആണ് അവിടെ നിന്ന് വിജയിച്ചത്. പിന്നീട് 2005 11ാം വാർഡിൽ നിന്ന് മത്സരിച്ച് 285 വോട്ടിന്റെ വിജയമാണ് കരസ്ഥമാക്കിയത്. നിലവിലുള്ള വാർഡ് നില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 18 വാർഡാണ് നിലവിലുണ്ടായിരുന്നത്. അതിൽ LDF ആണ് ഭരിക്കുന്നത്. LDF 8ഉം കോൺഗ്രസ് 7ഉം 3 BJP എന്ന നിലയിലാണ് ഉള്ളത്. ഇപ്പോൾ അനിലക്കര മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വാർഡ് എന്ന് പറയുന്നത് നിലവിൽ 14 വോട്ടുകൾക്ക് UDF വിജയിച്ചു നിൽക്കുന്ന വാർഡാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മത്സരം നടക്കും. പക്ഷേ വീണ്ടും താൻ അടാട്ടിലേക്ക് തിരിച്ചു പോകുന്നു, അടാട്ടാണ് തൻ്റെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൂടിയാണ് അനിലക്കര വീണ്ടും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനിലക്കര പരാജയപ്പെട്ട ശേഷം ഇനിയൊരു തിരഞ്ഞെടുപ്പിലേക്കില്ല എന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. ഒരു തിരഞ്ഞെടുപ്പിലേക്ക് ഇനി താനില്ല എന്ന് പ്രഖ്യാപിച്ച അനിലക്കരയെ KC വേണുഗോപാലും കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയുള്ളവർ നിർബന്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെ ശബരിനാഥ് കോർപ്പറേഷനിലാണ് മത്സരിച്ചെങ്കിൽ പഞ്ചായത്തിൽ ഒരു വാർഡിൽ മത്സരിച്ചുകൊണ്ട് അനിലക്കര വീണ്ടും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ ഊർജ്ജം നൽകുമെന്ന പ്രതീക്ഷയാണ് അനിലക്കരയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം, നാളെയാണ് സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകേണ്ട അവസാന ദിവസം. പക്ഷേ ഇന്ന് ഇപ്പോൾ അല്പം മുമ്പ് കോർ കമ്മിറ്റി യോഗം, അതായത് 15ാം വാർഡിന്റെ അടാട്ട് മണ്ഡലത്തിലെ 15ാം വാർഡിന്റെ കോർ കമ്മിറ്റി യോഗം പൂർത്തിയായി അനിലക്കരയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്ന. അല്പസമയത്തിനകം മുതുവറയിൽ മണ്ഡലം കമ്മിറ്റി യോഗം ചേരും. പിന്നീട് DCC ഒഫീഷ്യലായിട്ട് അംഗീകരിക്കും. ഏതായാലും അടാട്ട് വീണ്ടും ശ്രദ്ധയിലേക്ക് വരുന്നു എന്നതാണ്. അനിലക്കര അവിടെ ഉണ്ടായിരുന്ന അനിലക്കരയിലൂടെയാണ് ഒരു പക്ഷേ അടാട്ട് പഞ്ചായത്ത് LDFിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത്. 2000 അടാട്ട് പഞ്ചായത്ത് LDFിന്റെ കുത്തക പഞ്ചായത്തായിരുന്നു അതുവരെയായിട്ട് 2000 വരെ. അതിനുശേഷം 2000 അനിലക്കര ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിലൂടെയാണ് അടാട്ട് പഞ്ചായത്ത് കോൺഗ്രസിന് തിരിച്ചു വരുന്നത്. പിന്നെ 15 വർഷം അടാട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു കുത്തക പഞ്ചായത്തായിരുന്നു. പക്ഷേ അനിലക്കരയും തുടർന്ന് മറ്റുള്ളവരെ പിന്മാറിയതോടുകൂടി വീണ്ടും കഴിഞ്ഞ തവണ LDF അധികാരത്തിൽ വരുന്നു. അടാട്ട് തിരിച്ചു പിടിക്കുന്നതിലൂടെ തന്റെ രാഷ്ട്രീയം കൂടി തിരിച്ചു കൊണ്ടുവരിക, തന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്ന ലക്ഷ്യം കൂടി അനിലക്കരയ്ക്കുണ്ട്. ഏതായാലും കോൺഗ്രസിന് തൃശ്ശൂർ ജില്ലയിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വന്നിരിക്കുന്ന ഒരു മുൻ MLA വടക്കാഞ്ചേരി മുൻ MLA അനിലക്കര. സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ജെയ്സൺ ചാമുളപ്പിലാണ്. തദ്ദേശത്തിൽ പോരിന് അനിലക്കര തയ്യാറെടുക്കുകയാണ്. അനിലക്കരയുടെ പ്രതികരണം വരുന്ന മുറയ്ക്ക് നമുക്ക് അനിലക്കരയുടെ പ്രതികരണത്തിലേക്കും പോകാം.